കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളായ ആറ്റുകാൽ ദേവീക്ഷേത്രം, ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം, കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലെ ആചാരങ്ങളിൽ ലിംഗവിവേചനമില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന 9-അംഗ ഭരണഘടനാ ബെഞ്ചിനു മുന്നിൽ സമർപ്പിച്ച വാദത്തിലാണ് കേന്ദ്രം ഈ നിലപാട് വ്യക്തമാക്കിയത്. വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗമായുള്ള ഈ ക്ഷേത്രങ്ങളിലെ നിയന്ത്രണങ്ങൾ ജുഡീഷ്യൽ പരിശോധനയുടെ പരിധിക്ക് പുറത്താണെന്നും കേന്ദ്രം വാദിച്ചു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസം പുരുഷന്മാർക്ക് പ്രവേശനം നിഷേധിക്കുന്നത് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമാണെന്നും ഇത് ലിംഗവിവേചനമായി കണക്കാക്കാനാകില്ലെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയിൽ സമർപ്പിച്ച വാദത്തിൽ ചൂണ്ടിക്കാട്ടി. സമാനമായി ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നാരീപൂജ ദിവസം പുരുഷ പൂജാരിമാർ സ്ത്രീകളുടെ കാൽ കഴുകി പൂജ നടത്തുന്നതും അന്ന് സ്ത്രീകൾക്ക് മാത്രം ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുന്നതും ലിംഗവിവേചനമല്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് ഉത്സവത്തിൽ പുരുഷന്മാർ അങ്കനവേഷത്തിൽ വിളക്കേന്തുന്ന ആചാരത്തെയും കേന്ദ്ര സർക്കാർ വാദത്തിൽ പരാമർശിച്ചു. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക്, കാക്കവിളക്ക് എന്നിവയിലെ നിയന്ത്രണങ്ങൾ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമാണെന്നും കേന്ദ്രം വാദിച്ചു. കന്യാകുമാരിയിലെ ഭഗവതി ക്ഷേത്രം, അസമിലെ കാമാഖ്യ ക്ഷേത്രം, പുഷ്കറിലെ ബ്രഹ്മക്ഷേത്രം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായ നിയന്ത്രണങ്ങളെക്കുറിച്ച് കേന്ദ്രം കോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ശബരിമലയിലെ യുവതീ പ്രവേശന വിലക്കിനെ ന്യായീകരിച്ചുകൊണ്ട് നൽകിയ വാദങ്ങളിലാണ് കേന്ദ്രം ഈ വിഷയങ്ങൾ ഉന്നയിച്ചത്. ഹിന്ദുമതം സ്ത്രീകളെ തുല്യരായി കണക്കാക്കുക മാത്രമല്ല, പുരുഷന്മാരെക്കാൾ ഉയർന്ന സ്ഥാനത്ത് കാണുന്നുവെന്നും കേന്ദ്രം വാദത്തിൽ ഊന്നിപ്പറഞ്ഞു. ശബരിമലയിൽ 10 മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച 2018 സുപ്രീംകോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ശക്തമായ വാദമാണ് ഉന്നയിച്ചത്. വിധി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത 9-അംഗ വിശാല ബെഞ്ചിനു മുന്നിൽ ആവശ്യപ്പെട്ടു. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പമാണ് പ്രവേശന നിയന്ത്രണത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നും ഇത് സ്ത്രീകളെ അശുദ്ധരായി കണക്കാക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നതല്ലെന്നും കേന്ദ്രം നിലപാട് വ്യക്തമാക്കി. ആർത്തവ അശുദ്ധിയുടെ പേരിൽ യുവതീ പ്രവേശനം വിലക്കുന്നത് ഒരുതരം അയിത്തമായി കണക്കാക്കാമെന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നിരീക്ഷണത്തെ സോളിസിറ്റർ ജനറൽ എതിർത്തു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കുന്നത് അവിടത്തെ ആരാധനാ രീതികളെ സാരമായി ബാധിക്കുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ 25-ാം അനുച്ഛേദം ലിംഗസമത്വത്തേക്കാൾ മതസൗഹാർദ്ദത്തിനാണ് ഊന്നൽ നൽകുന്നതെന്നും വിശ്വാസപരമായ കാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ലെന്നും കേന്ദ്രം വാദിച്ചു. ഏതൊരു ആചാരത്തിന്റെയും അനിവാര്യത മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ തീരുമാനിക്കാൻ പാടുള്ളൂ എന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു. വാദം ഇന്നും തുടരും. ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജി ജസ്റ്റിസ് BV നാഗരത്ന ഒരു സ്ത്രീക്ക് മാസത്തിൽ 3 ദിവസത്തേക്ക് മാത്രം അശുദ്ധി കൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദ്യമുന്നയിച്ചു. താനും ഒരു സ്ത്രീയാണെന്നും ഈ വാദത്തിന് എന്ത് യുക്തിയാണുള്ളതെന്നും ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു. എന്നാൽ ഈ വിലക്ക് ആർത്തവുമായി ബന്ധപ്പെട്ടതല്ലെന്നും പ്രായപരിധി പരിഗണിച്ചുള്ളതാണെന്നും സോളിസിറ്റർ ജനറൽ വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വാദം ഏപ്രിൽ 14 മുതൽ 16 വരെ നടക്കും. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ പട്ടികയിലാണ് സംസ്ഥാന സർക്കാരിനെ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ തങ്ങളെ എതിർക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സുപ്രീംകോടതിയുടെ നോഡൽ ഓഫീസർക്ക് സർക്കാർ കത്ത് നൽകിയിരുന്നു. ഇത് ഒരു സാങ്കേതിക പ്രശ്നമാണെന്നും യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് തന്നെ വാദം അവതരിപ്പിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികളിൽ ഈ 9-അംഗ ബെഞ്ച് തീരുമാനമെടുക്കില്ലെന്നും 5-അംഗ ബെഞ്ച് പിന്നീട് ഇത് പരിഗണിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.